ഭരത് ഭൂഷൺ ആ ഭീകരരോട് കെഞ്ചി. ദയവായി എന്റെ 3 വയസ്സുള്ള കുഞ്ഞിനെ ഓർത്ത് എന്നെ വെറുതെ വിടൂ. വൈര്യം മൂത്തവർ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഓട്ടോമാറ്റിക് തോക്കുകൊണ്ട് അവർ ഭരത് ഭൂഷന്റെ തലയ്ക്ക് നേരെ തുരുതുര നിറയൊഴിച്ചു. പഹൽഗാമിൽ കൊല്ലപ്പെട്ട 26 പേരിൽ ഒരാൾ മറ്റു 2 പുരുഷന്മാരെ ഭീകരർ വെടിവെച്ചു കൊല്ലുന്നത് കണ്ട് പുൽമേടിലെ ഒരു ടെന്റിന് പിന്നിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഭരത് ഭൂഷണും ഭാര്യ ഡോക്ടർ സുജാത ഭൂഷണും, കൂടെ കുഞ്ഞും. ആ ഭീകര നിമിഷങ്ങളാണ് സുജാത NDTVയോട് പറഞ്ഞത്. തോക്കുമായി മുന്നിൽ നിൽക്കുന്ന ഭീകരരോട് അഭിമാനത്തോടെ 35-കാരൻ പറഞ്ഞു, എന്റെ പേര് ഭരത് എന്നാണ്. പേരു കേട്ട മാത്രയിൽ ഭീകരർ വെടിയുതിർക്കുകയും ചെയ്തു. ബംഗളൂരുവിലെ ടെക്കിയായ ഭരത് ഭൂഷണും കുടുംബവും ഏപ്രിൽ 18-നാണ് അവധി ആഘോഷിക്കാൻ കശ്മീരിലേക്ക് പോയത്. പഹൽഗാമായിരുന്നു ഞങ്ങളുടെ അവസാന സ്ഥലം. ബൈസറിലേക്ക് ഞങ്ങൾ പോണിയിൽ പോയി. അവിടെ എത്തിയ ശേഷം ഫോട്ടോകൾ എടുത്തു. കുട്ടിക്കൊപ്പം കളിച്ചു. കശ്മീരി വേഷങ്ങൾ ധരിച്ച ചിത്രങ്ങൾ എടുത്തു. അപ്പോഴാണ് പെട്ടെന്ന് വെടിയൊച്ച കേട്ടത്. രാമയ്യ ആശുപത്രിയിൽ പീഡിയാട്രിഷ്യനായ ഡോക്ടർ സുജാത 3 വയസ്സുകാരൻ മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. ബംഗളൂരുവിൽ മാത്തേക്കരയിൽ സുന്ദർ നഗറിലെ വീട്ടിൽ 74-കാരനായ ഭരതിന്റെ അച്ഛൻ ചെന്നവീരപ്പ ബുധനാഴ്ച രാവിലെയാണ് മകന്റെ മരണവിവരം അറിഞ്ഞത്. പ്രഭാത നടത്തത്തിനിടെ കന്നഡ പത്രം വായിക്കുന്നതിനിടയിലാണ് ഞാൻ വിവരം അറിഞ്ഞത്. അദ്ദേഹം ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞു. എന്റെ കാലുകൾ വിറച്ചു. എന്തു ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കുടുംബം ഈ വിവരം എന്നെയും ഭാര്യയെയും അറിയിക്കാതിരിക്കുകയായിരുന്നു, അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ ആദ്യം കരുതി വെടിശബ്ദം പക്ഷികളെയോ വന്യമൃഗങ്ങളെയോ തുരത്താനാണെന്ന്. പക്ഷെ വെടിവെപ്പ് കുറെ നേരം നീണ്ടു നിൽക്കുകയും അടുത്തടുത്ത് വരികയും ചെയ്തു. അപ്പോഴാണ് മനസ്സിലായത് ഇതു സാധാരണ സംഭവമല്ല, ഭീകരാക്രമണമാണെന്ന്. പക്ഷേ ആ വിശാലമായ പുൽമേട്ടിൽ ഒരിടത്തും ഒളിച്ചിരിക്കാനോ രക്ഷപ്പെടാനോ മാർഗമില്ലായിരുന്നു. ഞങ്ങൾ പുൽമേടിന്റെ നടുക്കായിരുന്നു. എവിടേക്ക് ഓടാൻ ശ്രമിച്ചാലും അത് വളരെ അകലെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മൈതാനത്തിന്റെ നടുവിലുള്ള ടെന്റുകൾക്ക് പിന്നിൽ ഒളിച്ചിരിക്കാൻ ശ്രമിച്ചു, ഡോക്ടർ സുജാത പറഞ്ഞു. അവിടെ ഇരുന്നു കൊണ്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാമായിരുന്നു. അതൊരു ഭീകര കാഴ്ചയായിരുന്നു. ആളുകളെ ഭീകരർ പിടിച്ചു നിർത്തുന്നു, ചോദ്യം ചെയ്യുന്നു, വെടിവെക്കുന്നു. 100 അടി അകലെയുള്ള ടെന്റിലേക്ക് ഒരു ഭീകരൻ പോകുന്നത് കണ്ടു. അയാൾ ടെന്റിനുള്ളിൽ നിന്ന് ഒരാളെ വിളിച്ചിറക്കി സംസാരിക്കുന്നത് കണ്ടു. പിന്നാലെ തലയിൽ 2 തവണ വെടിവെക്കുന്നത് കണ്ടു. എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ എന്റെ ടെന്റിന് അടുത്തെത്തിയപ്പോൾ അയാൾ പറയുന്നത് കേട്ടു. ഞങ്ങളുടെ കുട്ടികൾ ദുരിതം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വെക്കേഷൻ ആസ്വദിക്കാൻ കഴിയുന്നു? നിങ്ങൾ വാർത്ത കണ്ടില്ലേ? നിങ്ങൾക്ക് എങ്ങനെ ആസ്വദിക്കാൻ കഴിയും? ഒരു മുതിർന്നയാളോട് അങ്ങനെ ചോദിച്ച ശേഷം തലയിൽ വെടിവെച്ചു. പിന്നീടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അയാൾ എന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് വന്നു. പക്ഷെ ഒന്നും വേണ്ടിയില്ല. എനിക്കൊരു കുട്ടിയുണ്ട്. ദയവായി എന്നെ വെറുതെ വിടണം എന്ന് ഭരത് അപേക്ഷിച്ചു. പക്ഷെ എവിടെ കേൾക്കാൻ, ഡോക്ടർ സുജാത പറഞ്ഞു. സംഭവത്തിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ഭരത് ഭൂഷൺ വീട്ടിൽ മാതാപിതാക്കളെയും കൂട്ടുകാരെയും ഒക്കെ വിളിച്ചിരുന്നു. അച്ഛനെ വിളിച്ച് തങ്ങൾ പഹൽഗാമിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. സുരക്ഷിതനായിരിക്കാൻ അച്ഛൻ ആശംസിക്കുകയും ചെയ്തിരുന്നു.